നമസ്തേ. രാമായണ മാസാചരണം 29ാം ദിവസം. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗങ്ങൾ രാവണന്റെ ഹോമവിഘ്നം, രാമരാവണ യുദ്ധം എന്നിവയായിരുന്നു. നാം കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത ഭാഗത്ത് കണ്ടിരുന്നു, രാവണൻ ഒരു ഭീരുവിനെ പോലെയാണ് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ മടങ്ങിപ്പോയ രാവണൻ അസുരാചാര്യനായ ശുക്രാചാര്യരെയാണ് കണ്ടുമുട്ടുന്നത്. ശുക്രാചാര്യരെ കണ്ടതും നമസ്കരിച്ച് തന്റെ അവസ്ഥയെ പറ്റി വിവരിച്ചു കൊടുക്കുകയാണ് രാവണൻ. അത് കേട്ടതും ശുക്രാചാര്യർ ഒരു ഹോമം നടത്താനുള്ള നിർദ്ദേശമാണ് രാവണന് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണ്, ശത്രുക്കൾ എത്താത്തവരിടത്ത് അതീവ രഹസ്യമായി വേണം ഈ ഹോമം നടത്താൻ. ആ ഹോമം തടസ്സപ്പെടാതെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഹോമാഗ്നിയിൽ നിന്നും തുണീര, ചാപ, ബാണ, അശ്വരഥാദികൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നീ അതീവ ശക്തനാകുമെന്നും ദേവന്മാരാൽ പരാജയപ്പെടാൻ സാധ്യതയില്ലെന്നും ശുക്രാചാര്യ പറയുന്നു. ഇത് കേട്ട് രാവണൻ ഹോമത്തിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്ത് ശുക്രാചാര്യയിൽ നിന്നും മൂലമന്ത്രം ലഭിച്ച് ലങ്കാപുരിയിൽ അതീവ രഹസ്യമായൊരു ഗുഹ നിർമ്മിക്കുന്നു. വളരെ ദിവ്യങ്ങളായ ഹവിസ്, ഗവ്യം തുടങ്ങിയ ഹോമദ്രവ്യങ്ങൾ ഒരുക്കി ഹോമം ആരംഭിച്ചു. ആകാശം വരെ ഉയർന്ന ഹോമത്തിന്റെ പുക കണ്ടിട്ട് വിഭീഷണനാണ് ശ്രീരാമനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുന്നത്. വിഭീഷണൻ എന്നിട്ട് പറയുകയാണ്, രാവണൻ ഹോമം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പരാജയപ്പെടുത്താൻ നമുക്ക് എന്തായാലും സാധിക്കില്ല. അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മുടെ കവിവീരന്മാരെ എത്രയും വേഗം അയച്ച് ആ ഹോമം തടസ്സപ്പെടുത്തണമെന്ന് രാമന്റെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ട് ഈ അഭിപ്രായം അനുസരിച്ച് രാമൻ സുഗ്രീവന് നിർദ്ദേശം കൊടുക്കുകയാണ്. സുഗ്രീവന്റെ ആജ്ഞ കേട്ടനുസരിച്ച് ഹനുമാൻ, അംഗദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഉള്ള അസംഖ്യം വാനരന്മാരാണ് രാവണന്റെ ഹോമം നടക്കുന്ന ഗുഹയിലേക്ക് പോകാൻ തുടങ്ങിയത്. ഈ ഗുഹ കണ്ടുപിടിക്കാൻ സഹായിച്ചത് വിഭീഷണന്റെ ഭാര്യയായ സരമയായിരുന്നു. അങ്ങനെ ഗുഹയുടെ അടുത്തെത്തി ഗുഹയുടെ വാതിൽ ഭേദിച്ചാണ് അവർ ഉള്ളിലേക്ക് കടന്നത്. ഉള്ളിലേക്ക് കടന്നതും വാനരന്മാർ അവിടെ ഓരോരോ നാശനഷ്ടങ്ങൾ വരുത്താൻ ആരംഭിച്ചു. രാവണന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു സ്രുവം തട്ടിയെടുത്തു. സ്രുവം എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യങ്ങൾ ഹോമാഗ്നിയിലേക്ക് അർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ സ്രുവം തട്ടിയെടുക്കുക, ദ്രവ്യങ്ങൾ ഹോമാഗ്നിയിലിടുക എന്നൊക്കെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്ന സംഭവം. അതിന്റെ ഒപ്പം തന്നെ ഹനുമാൻ ഈ സ്രുവം തട്ടിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ അടിക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് പല്ലും നഖവും ഉപയോഗിച്ച് വാനരന്മാർ രാവണനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാവണന്റെ ധ്യാനത്തെ ഭംഗം വരുത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് ഹോമഭംഗമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അവർക്ക് രാവണന്റെ ഏകാഗ്രതയെ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അവിടെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ മണ്ടോദരി നിൽക്കുന്നത് കണ്ടത്. മണ്ടോദരി നിൽക്കുന്നത് കണ്ടത് അവർക്കൊരു പെട്ടെന്നൊരു ഉപായമാണ് ഉദിച്ചത്. അവര് നേരെ മണ്ടോദരി എടുത്ത് ചെന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. അത് സഹിക്കവയ്യാതെ മണ്ടോദരി അവിടെ നിലവിളിക്കുകയാണ്, സഹായത്തിനായി നിലവിളിക്കുകയാണ്. നിലവിളിച്ചിട്ടും രാവണൻ ഒരു കുലുക്കവുമില്ലാതെ ആ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് കണ്ട് മണ്ടോദരി വീണ്ടും അലമുറയിട്ട് പറയാൻ തുടങ്ങി, ഈ വാനരന്മാരുടെ തല്ലുകൊള്ളാൻ ഞാൻ എന്ത് ദുഷ്കർമ്മമാണ് ചെയ്തതെന്നാണ് മണ്ടോദരി ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നും ചോദിക്കുകയാണ്. പിന്നെ മണ്ടോദരി ഓർമ്മിപ്പിക്കുകയാണ്, ഭാര്യ എന്നാൽ പുരുഷന്റെ പാതിയാണെന്നും അവളെ ആരെങ്കിലും ഉപദ്രവിക്കുക എന്നാൽ അവന്റെ ജീവൻ പോകുന്നതിന്റെ തുല്യമാണെന്നുമാണ് പറയുന്നത്. അവൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് മണ്ടോദരി ഓർമ്മിപ്പിക്കുന്നത്. അങ്ങക്ക് നാണവും വേണ്ട, പത്നിയും വേണ്ട എന്ന് തീരുമാനമെടുത്ത് അങ്ങ് ഇങ്ങനെ നിശബ്ദനായിരിക്കുന്നത് പ്രാണഭയം കൊണ്ടാണോ എന്നാണ് മണ്ടോദരി ചോദിക്കുന്നത്. ഈ കരച്ചിൽ കേട്ട്, ഈ വിലപിക്കുന്നത് കേട്ട് രാവണന് ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ ഹോമം മുടക്കിയിട്ട് രാവണൻ എണീറ്റ് നിന്ന് അംഗദനെ ആക്രമിക്കാനായിട്ട് വാളുമെടുത്ത് ചെല്ലുകയാണ്. ഇത് കണ്ട് വാനരന്മാർക്ക് എല്ലാവർക്കും അതീവ സന്തോഷം ഉണ്ടായി. കാരണം ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? രാവണന്റെ ഹോമഭംഗമായിരുന്നു. അതിവിടെ നടന്നിരിക്കുകയാണ്. അത് കണ്ട് സന്തോഷിച്ച വാനരന്മാർ എത്രയും വേഗം തന്നെ ഈ സന്തോഷ വാർത്ത രാമനിലേക്ക് എത്തിക്കണം എന്നുള്ള
ഒരു ചിന്ത വന്ന് അവർ നേരെ പുറപ്പെട്ടു. ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് രാവണൻ മണ്ഡോദരിയോട് കുറച്ച് തത്വങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ജനിച്ചാൽ മരിക്കുന്നതിന് മുൻപ് നമ്മൾ അനുഭവിച്ചു തീർക്കുക എന്നത് ദൈവ നിശ്ചയമാണ്. അങ്ങനെ തുടങ്ങി അജ്ഞാനമാണ് അഹങ്കാരമെന്നും മറ്റുള്ള തത്വങ്ങളും ഉപദേശിക്കുകയാണ് മണ്ഡോദരിയോട് രാവണൻ. അവസാനമായിട്ട് രാവണൻ പറയുന്നു, ഞാൻ രാമന്റെ അമ്പേറ്റ് മരിക്കുകയാണെങ്കിൽ നീ സീതയെ വധിച്ച് എന്റെ ചിതയിൽ ചാടി നിന്റെ ജീവിതം ത്യാഗം ചെയ്യണമെന്നാണ് രാവണൻ പറയുന്നത്. ഇത് കേട്ടിട്ട് മണ്ഡോദരി പറയുകയാണ്, രാമനെ ജയിക്കാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയുകയില്ല. കാരണം രാമൻ സാക്ഷാൽ നാരായണനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങി രാമന്റെ ഓരോരോ മഹത്വങ്ങൾ വർണ്ണിച്ച് കൊടുക്കുകയാണ് രാവണനോട്. മത്സ്യം തുടങ്ങി രാമൻ വരെയുള്ള അവതാരങ്ങളെ പറ്റിയും വർണ്ണിച്ചു കൊടുക്കുകയാണ് മണ്ഡോദരി. നമ്മുടെ പുത്രന്റെ മരണത്തിനും അങ്ങയുടെ സഹോദരന്റെ മരണത്തിനും കാര്യമായിട്ട് വരുന്നത് താങ്കളുടെ പ്രവൃത്തികളാണ്. അതായത് രാമന്റെ പത്നിയെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സീതയെ രാമനെ തിരികെ കൊടുക്കണമെന്നും രാജഭരണം വിഭീഷണനെ ഏൽപ്പിച്ച് നമുക്ക് വനത്തിൽ പോയി തപസ് ചെയ്യാമെന്നാണ് മണ്ഡോദരിയുടെ അഭിപ്രായം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ രാവണൻ ഇത് കേട്ട് പറയുകയാണ്, പുത്രനെയും സഹോദരനെയും ഒക്കെ നഷ്ടപ്പെട്ട, അതായത് ഞാൻ കാരണം മരണത്തിലേക്ക് അയക്കപ്പെട്ട ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് വനത്തിൽ പോയി തപസ് ചെയ്യുന്നത്? അത് ഉചിതമല്ല എന്നാണ് രാവണൻ പറയുന്നത്. അതിനേക്കാൾ നല്ലത് രാമനോട് യുദ്ധം ചെയ്ത് മരിക്കുന്നതെന്നാണ് രാവണൻ പറയുന്നത്. അങ്ങനെയെങ്കിലും രാവണന് വൈകുണ്ഠ പ്രവേശം സാധിക്കും എന്നാണ് രാവണൻ പറയുന്നത്. അങ്ങനെ രാവണൻ രാമനോട് യുദ്ധത്തിന് തയ്യാറാവുന്നു. അനേകം രാക്ഷസരും കൂടെ ചേരുന്നു. 10 പടനായകർക്ക് പിന്നിലായിട്ട് ചതുരംഗസേന അണിനിരുന്നു. അവർ രാവണനെ വണങ്ങി യുദ്ധത്തിനായി പുറപ്പെട്ടു. ഈ സൈന്യം ഇങ്ങനെ ഇരച്ചു വരുന്നത് കണ്ടിട്ട് വാനന്മാർക്ക് എല്ലാവർക്കും ഭയമുണ്ടായി. ഇത് കണ്ട് രാമൻ വാനസൈന്യത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ യുദ്ധത്തിന് നിൽക്കേണ്ട, അതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ ചെയ്തോളാം എന്നാണ് രാമൻ പറയുന്നത്. ഇവരെ വധിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ മതി എന്നാണ് രാമൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നു. ഘോരമായ ഒരു യുദ്ധമാണ് ആരംഭിക്കുന്നത്. ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ഓരോ രാക്ഷസന്മാർക്കും തോന്നിയത് ഓരോരോ രാമൻ വന്ന് തന്നോട് യുദ്ധം ചെയ്യണമെന്നാണ്. അതായത് ഓരോ രാമൻ ഓരോ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവർക്ക് തോന്നിയത്. യുദ്ധത്തിന്റെ വീര്യം കണ്ട് ദേവന്മാരും യക്ഷകിന്നരന്മാരും നാരദ മഹർഷിയും വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. രാക്ഷസന്മാർ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ഇത് കണ്ട് രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടി രാവണനെ പഴിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് രാവണനാണ് ഇതിന്റെ കാരണമെന്ന് ആണ് പറയുന്നത്. ഇത് കേട്ടിട്ട് രാവണന് ദുഃഖം തോന്നുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശരി, ഇനി ഞാൻ നേരിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്ന കൂടെ ഉണ്ടായിരുന്ന വിരൂപക്ഷനും മഹോദരനും മഹാവർഷനും എല്ലാവരും പറയുകയാണ്, ഞങ്ങളും വരുന്നു യുദ്ധത്തിന് സഹായിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ 4 പേരും യുദ്ധത്തിനായി ഇറങ്ങി. വീണ്ടും ഒരു ശക്തമായൊരു യുദ്ധമാണ് നടക്കുന്നത്. അങ്ങനെ വിരൂപക്ഷൻ സുഗ്രീവനുമായിട്ട് ഏറ്റുമുട്ടി അവിടെ മരിക്കുകയാണ്. മഹോദരനെയും സുഗ്രീവൻ തന്നെ വധിക്കുന്നു. മഹാവർഷനെ അഗന്തനാണ് വധിക്കുന്നത്. അങ്ങനെ പ്രബലരായിട്ടുള്ള അവശേഷിച്ച രാക്ഷസന്മാരും മരിച്ചു. രാവണൻ ഒട്ടും തന്നെ കുലുങ്ങാതെ തന്റെ യുദ്ധം തുടർന്ന് പൊക്കൊണ്ടിരുന്നു. രാമലക്ഷ്മണന്മാർ ഒത്തുചേർന്ന് രാവണനെ എതിർക്കാൻ തുടങ്ങി, ഏറ്റുമുട്ടാൻ തുടങ്ങി. ശക്തമായ യുദ്ധത്തിൽ രാവണൻ തന്റെ ശക്തി എന്ന വേലാണ് പ്രയോഗിച്ചത്. ഈ ശക്തി എന്ന വേൽ മാറത്ത് തറച്ച് ലക്ഷ്മണൻ വീഴുകയാണ്. ഇത് കണ്ട് രാമന് ദുഃഖം വരുന്നു. പക്ഷെ രാമന് ഒരു തിരിച്ചറിവും കൂടെ വരികയാണ്, മറ്റാർക്കും ഈ ശക്തി എന്ന വേൽ ലക്ഷ്മണന്റെ മാറത്ത് നിന്നും ഊരിയെടുക്കാൻ കഴിയില്ല, അത് തനിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് വരികയാണ്. എന്നിട്ട് ലക്ഷ്മണന്റെ മാറത്ത് നിന്നും അത് ഊരി മാറ്റുകയാണ്.
അത് കഴിഞ്ഞ് വർദ്ധിത വീര്യത്തോടെ രാമൻ വീണ്ടും യുദ്ധം തുടരുകയാണ്. ഇതിനിടെ വൈദ്യനായ സുഷേനന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ കൊണ്ടുവന്ന സഞ്ജീവനി അല്ലെങ്കിൽ വിശല്യകരണി നസ്യം ചെയ്ത് ലക്ഷ്മണൻ അലസ്യത്തിൽ നിന്നും ഉണർന്നു. ദേവലോകത്തിൽ നിന്നും ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മാതലി രാമന് തേര് തെളിച്ച് കൊടുക്കുകയുണ്ടായി. രാമലക്ഷ്മണന്മാർ പലവിധ അസ്ത്രങ്ങളും ഉപയോഗിച്ചു. പക്ഷെ അവിടെ ആർക്കും വിജയിക്കാനായി കഴിയുന്നുണ്ടായിരുന്നില്ല, സാധിക്കുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഘോരമായ യുദ്ധം തുടരുന്ന ഭാഗത്ത് നമ്മൾ ഇന്നത്തെ പാരായണം സമർപ്പിച്ചു.